ജ്വല്ലറി ബിസിനസ് തുടങ്ങി, പക്ഷേ അതൊന്നും സക്സസ് ആകുന്നില്ല എന്ന് പരാതി പറയുന്നവരാണ് മിക്ക പേരും ഞാൻ ഇപ്പോൾ ഒരുപാട് വീഡിയോസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നൊരു കാര്യം, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു ജ്വല്ലറി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്? നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ആ ഒരു ബിസിനസ്സിനോടുള്ള പാഷൻ കൊണ്ടാണോ, അല്ലെങ്കിൽ ഇതിൽ നിന്ന് നന്നായിട്ട് എല്ലാവർക്കും വരുമാനം കിട്ടുന്നുണ്ട് എന്നുള്ളത് അറിഞ്ഞതുകൊണ്ടാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റിയിട്ടോ. കാരണം ആ ഒരു പാഷൻ എന്നുള്ള കാര്യം വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ അതിൽ എത്രത്തോളം ടൈം സ്പെൻഡ് ചെയ്യുന്നു, എത്രത്തോളം എഫേർട്ട് എടുക്കുന്നു, അതുപോലെ നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ പ്രോഡക്റ്റിനെ കുറിച്ചും നിങ്ങളുടെ കസ്റ്റമറെ കുറിച്ചും നിങ്ങൾ റിസർച്ച് ചെയ്യുന്നു, അവരുടെ ഇഷ്ടം എന്താണെന്ന് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കുന്നു, മാർക്കറ്റിലുള്ള ട്രെൻഡ് നിങ്ങൾക്ക് അറിയാമോ, അല്ലെങ്കിൽ ആ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് വല്ലതും നിങ്ങൾക്കറിയോ? ഇതൊന്നും ഇല്ലാതെ നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് അയ്യോ ഇത് വലിയൊരു പരാജയമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ ഒരു കാര്യവുമില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യം നിങ്ങൾ ട്രസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഓൺലൈനിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് വളരെ ദുരിതം പിടിച്ചിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നിങ്ങളുടെ പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് അവർ കാണുന്നില്ല, നിങ്ങൾ റിയൽ ആണോ അല്ലെങ്കിൽ ഫേക്ക് ആണോ എന്നുള്ളത് അവർ അറിയുന്നില്ല. നമ്മളാണെങ്കിലും ഒരാളെ വിശ്വസിക്കണമെങ്കിൽ ഒത്തിരി സമയമെടുക്കും. അപ്പം നിങ്ങൾ സ്റ്റോള് ഇടുകയാണെങ്കിലുള്ള ഒരു ഏറ്റവും നല്ലൊരു കാര്യം, നിങ്ങളുടെ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് കസ്റ്റമേഴ്സിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇതിൻ്റെ ക്വാളിറ്റി അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതേപോലെ നിങ്ങളെ അവിടെ അവർ ഫിസിക്കലായിട്ട് നിങ്ങളെ കാണുന്നുണ്ട്, ആ ഒരു സ്ഥലത്ത് വെച്ച് നിങ്ങളെ കാണുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം, ഡെയിലി നിങ്ങൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ ലാഭമുണ്ടോ നഷ്ടമുണ്ടോ എന്ന് നോക്കാതെ നിങ്ങൾ തുടർച്ചയായിട്ട് ആ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി, വിലയേക്കാളും കൂടുതലായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രോഡക്റ്റിന് ക്വാളിറ്റി ഉണ്ടോ. നിങ്ങൾ വിൽക്കുന്ന ആ ഒരു സാധനം ക്വാളിറ്റി ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ഒരാൾ വിലയുടെ പേരിൽ ആ ഒരു പ്രോഡക്റ്റ് എടുക്കാതെ പോയാൽ നിങ്ങൾ സങ്കടപ്പെടേണ്ട കാര്യമില്ല. കാരണം നിങ്ങളുടെ പ്രോഡക്റ്റ് എടുക്കാനുള്ള ഒരു കസ്റ്റമർ അവിടെ എത്തിയിട്ടില്ല എന്ന് മാത്രം നമ്മൾ കരുതിയാൽ മതി. അതേപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു പ്രോഡക്റ്റിൽ, ഞാൻ നേരത്തെ പറഞ്ഞു, ആ ഒരു പ്രോഡക്റ്റിൽ നിങ്ങൾക്കുള്ള ഇൻട്രസ്റ്റ്, ഓരോ ആളുകളുടെയും താല്പര്യം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ താല്പര്യം എന്താണ്, നിങ്ങൾക്ക് എന്ത് പ്രോഡക്റ്റിലാണ് താല്പര്യം എന്നുള്ളത് നിങ്ങൾ ആദ്യം നിങ്ങളെ തന്നെ പഠിക്കണം. ഇതൊരു പെട്ടെന്നുണ്ടാകുന്ന ഒരു കാര്യമല്ല. നിങ്ങൾക്ക് സമയമെടുത്ത് നിങ്ങൾ റിസർച്ച് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പം ഓരോ ആളുകളുടെയും പാഷൻ വ്യത്യാസമായിരിക്കും. അതുപോലെ നിങ്ങളുടെ പാഷനെ നിങ്ങളുടെ പ്രൊഫഷനാക്കി മാറ്റാനാണ് ശ്രമിക്കേണ്ടത്. അല്ലാതെ മറ്റുള്ളവർ തുടങ്ങിയെന്ന് കണ്ടോ അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ ലാഭം കിട്ടുന്നു എന്നോ വിചാരിച്ച് നിങ്ങളൊരു കാര്യം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്രത്തോളം അതിനോട് സിൻസിയറായിട്ട് ബിഹേവ് ചെയ്യുന്നു അതുപോലെ തന്നെയായിരിക്കും നിങ്ങളുടെ റിസൾട്ടും. ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് വളരെ മോശമായിരിക്കും കിട്ടുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരിക്കൽ പോലും ജ്വല്ലറി യൂസ് ചെയ്യാത്ത, അല്ലെങ്കിൽ ജ്വല്ലറി ഇഷ്ടപ്പെടാത്ത, അല്ലെങ്കിൽ ജ്വല്ലറിക്ക് വേണ്ടി നിങ്ങൾ ഒന്നും ചെയ്യാത്ത